വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡിലേക്കാണ് കഥ പോകുന്നത്. നമ്മുടെ രേവതി അങ്ങനെ നിൽക്കുമ്പോൾ പുറത്ത് നിന്ന് ഒരു പാഴ്സൽ വരുന്നുണ്ട്. അത് നമ്മുടെ വർഷയ്ക്കുള്ള പാഴ്സലാണ്. രേവതി അത് കൈകൊണ്ട് വാങ്ങിയായിരുന്നു. വാങ്ങിയിട്ട് അവിടെ വെച്ചേക്കാണ്. അപ്പോഴാണ് ചന്ദ്രമതി കയറി വരുന്നത്. എന്താടി ഇത്? അത് വർഷയ്ക്ക് വന്ന സാധനം നീ എന്തിനാണ് വാങ്ങിയത്? എനിക്ക് വാങ്ങാൻ അറിയാമല്ലോ, ഞാനാണ് അവളുടെ അമ്മായിയമ്മ, അല്ല നീയല്ല എന്നും പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി ഒരുപാട് വഴക്കൊക്കെ പറഞ്ഞ് അപ്പോഴത്തേക്കും വർഷയ്ക്ക് വന്ന പാഴ്സൽ നീ ഇനി മേലെ കൈ കൊണ്ട് തൊട്ടു പോകരുത് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് വഴക്ക് പറയാണ്. അപ്പോഴത്തേക്കും എടുത്ത് തുറന്ന് നോക്കുമ്പോൾ ഒരു സാധനം. അപ്പോൾ ഇത് എന്ത് സാധനമാണ് എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും നമ്മുടെ രേവതി പറയുന്നുണ്ട്, ഇത് ഹെഡ്ഫോണാണ് അമ്മയെന്ന് പറയുന്നത്, പാട്ട് ചെവിയിൽ വെച്ച് കേൾക്കാനുള്ള ഇതാണെന്ന് പറയുന്നുണ്ട്. അത് ഓപ്പൺ ചെയ്ത് എല്ലാം തുറന്ന് പറക്കി ചന്ദ്രമതി അങ്ങോട്ടും ഇങ്ങോട്ടും കാതിൽ വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ്. ഇത് കണ്ടുകൊണ്ട് നമ്മുടെ എൻ്റെ വർഷം ഇറങ്ങി വരുന്നുണ്ട്. അപ്പോൾ വർഷം ചോദിക്കുന്നുണ്ട്, ഇത് ആരോട് ചോദിച്ചിട്ടാണ് ഇത് പാഴ്സൽ പൊട്ടിച്ചത്? ആൻറ്റി ചെയ്തത് ഒട്ടും ശരിയായില്ല. എനിക്കുള്ള പാഴ്സൽ ഞാനാണ് വാങ്ങാനുള്ള, ഞാൻ തന്നെ പൊട്ടി. ഞാനില്ല എന്നുണ്ടെങ്കിൽ അതവിടെ വെച്ചേക്കും. പിന്നെ നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ തുറന്ന് ചെയ്യുന്നത്? അത് വെറും നല്ല കാര്യമല്ല ചെയ്തത്. ഇത് കേട്ടപ്പോൾ നമുക്ക് ചന്ദ്രമതിക്ക് വല്ലാത്ത വിഷമം വന്നു. ചന്ദ്രമതി കയ്യനക്കാനോ പറ്റാത്തൊരു അവസ്ഥയായിപ്പോയി. രേവതി ഇത് കേട്ടുകൊണ്ട് രേവതിക്ക് ചിരി വന്നു. രേവതി അങ്ങനെ ചിരി അമ്മയ്ക്ക് പിടിക്കുകയാണ്. എനിക്ക് വന്ന സാധനം ഞാനാണ് പൊട്ടിക്കാനുള്ള, അല്ലാതെ വേറൊരാൾ. അത് മോളെ, നീ എൻ്റെ മരുമോളാകട്ടെ ആരാകട്ടെ, അതെനിക്കിഷ്ടമില്ലാത്ത കാര്യമാണ്. എനിക്ക് വന്ന സാധനം മറ്റൊരു വ്യക്തിയെ പൊട്ടിക്കേണ്ട കാര്യമില്ല. അത് മോളെ, അത് നിൻ്റെ അമ്മായിയമ്മ ആരോ ആവട്ടെ, അമ്മായിയമ്മയാ അതാവട്ടെ, പക്ഷേ എനിക്ക് സാധനം എനിക്കുള്ളതാണ്, അല്ലാതെ നിങ്ങൾക്കുള്ളതല്ല പൊട്ടിക്കുന്നത്. നിങ്ങൾ കാണിച്ചത് വെറും ചീപ്പത്തനമാണ് കാണിച്ചേക്കുന്നത്. നിങ്ങളങ്ങനെ ഒരിക്കലും കാണിക്കാൻ പാടില്ലായിരുന്നു. പുതിയൊരു സാധനം വരുമ്പോഴും അത് എടുക്കുകയോ ആ ആളിന് മാത്രം കൊടുക്കുക, അവരങ്ങ് എടുക്കുക, എത്രയാണ് ചെയ്യാനുള്ളതെന്ന് കണ്ട് വർഷം അങ്ങോട്ട് തുള്ളിച്ചാടി. ശ്രീകാന്ത് അവിടെ ഉണ്ടായിരുന്നു. ശ്രീകാന്ത് ഇതിനൊന്നിനും മറുപടി ഒന്നും പറഞ്ഞില്ല. എനിക്ക് വന്ന ആ പാഴ്സൽ പൊട്ടിക്കേണ്ട ഒരു കാര്യവുമില്ല. അത് അമ്മയാവട്ടെ അമ്മായിയമ്മയാവട്ടെ ആരും ആവട്ടെ, എനിക്കത് താല്പര്യമില്ലാത്ത കാര്യമാണ്. എന്തിനാണ് അങ്ങനെ ചെയ്തത് എന്നിട്ട് എൻ്റെ പെർമിഷൻ ഇല്ലാതെ എന്തിനാണ് ആൻറ്റി അത് പൊട്ടിച്ചത്? പൊട്ടിക്കേണ്ട ഒരു കാര്യമില്ല. എൻ്റെ സാധനം എനിക്ക് പൊട്ടിക്കാനറിയാം. ആൻറ്റി അത് ചെയ്തൊക്കെ കേട്ടും കൊണ്ട് നമ്മുടെ രേവതി ചിരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. രേവതി നല്ലതുപോലെ പറഞ്ഞാണ്, നിങ്ങളത് ചെയ്യരുതെന്ന് പറഞ്ഞു. എന്നിട്ടും അനുസരിച്ചില്ല. എൻ്റെ സാധനമാണ്, എൻ്റെ മരുമകളുടെ സാധനമാണ്, അത് എനിക്ക് മാത്രമേ തുറക്കാൻ അവകാശമുള്ളൂ എന്ന്. അങ്ങനെ വർഷ ഒത്തിരി കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അങ്ങ് മുകളിൽ ഹെഡ്ഫോൺ എടുത്തുകൊണ്ട് പോവുകയാണ്. ഈ സമയം ശ്രീകാന്തിനോട് ചന്ദ്രമതി പറയുന്നു, എടാ, നിൻ്റെ ഭാര്യ ഇത്രയും കാര്യങ്ങൾ എന്നെ പറഞ്ഞിട്ട് നീ എൻ്റെ പക്ഷം നിന്ന് എന്തെങ്കിലും അത് അമ്മ ചെയ്തത് തെറ്റല്ലേ? അമ്മ എന്തിനാണ് അങ്ങനെ ചെയ്യാൻ വേണ്ടി പോയത്? അമ്മ ചെയ്തത് തെറ്റാണ്, അതൊരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ്. അതുകൊണ്ടാണ് ഞാനിത് ചെയ്യാത്തത്. അവൾ പറഞ്ഞിട്ട് പോയത് കേട്ടില്ലേ എന്ന് കേട്ടു. ഈ സമയത്ത് സച്ചി കയറി വരുന്നുണ്ട്. സച്ചി കേൾക്കുന്നുണ്ട് എന്താണ്. അപ്പോഴത്തേക്ക് ഇവിടെ നടന്ന കാര്യങ്ങളെല്ലാം നമ്മുടെ രേവതി സച്ചിയോട് പറയുന്നതാണ്. അപ്പോൾ സച്ചിയാണെങ്കിൽ പറയുന്നുണ്ട്, അതാണ് വർഷയുടെ സ്വഭാവം നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടില്ല, എനിക്ക് നല്ലതുപോലെ മനസ്സിലായി. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, വർഷയോട് കൂടുതൽ അടുക്കാൻ പോകരുത്. വർഷ പണക്കാരൻ്റെ മോളാണ്. അത് പോയിട്ട് അവൾ എന്താണ് വിചാരിക്കുന്നത് ആ കാര്യമേ നടക്കുകയുള്ളൂ. അപ്പോൾ അവളെ ഇഷ്ടത്തിന് വിടുക, അവൾ എന്ത് ചെയ്തിട്ട്. നിൻ്റെ ഭാര്യ എന്നെ എന്തുമാത്രം കാര്യങ്ങൾ പറഞ്ഞിട്ട് നിനക്ക് സച്ചിക്ക് കൊടുക്കുന്ന അതേ ഇത് തന്നെയായിരിക്കും നിനക്ക് ഇത് എൻ്റെ വീടാണ്, എൻ്റെ വീട്ടിൽ ആരൊക്കെ ഉണ്ടാകണം എന്നൊക്കെ തീരുമാനിക്കണം നീയും മറ്റുള്ളവരാരുമല്ല, ഞാനാണ്. ഞാനൊരു പാഴ്സൽ വന്ന് വാങ്ങി തുറന്നു നോക്കി എന്നൊരു കുറ്റം മാത്രമല്ലേ ഞാൻ ചെയ്തുള്ളൂ. ഇതിന് ഇത്രയും മാത്രം വഴക്കങ്ങൾ എന്നെ പറയാനായിട്ട് കാരണം എന്തിനാണ്? എൻ്റെ അറിവില്ലായ്മ കൊണ്ട് ഞാനത് വാങ്ങിച്ചത് പൊട്ടിച്ച് നോക്കി എന്നുള്ള ഇത് മാത്രമല്ലേ ഉള്ളൂ. അത് വർഷയുടെ സ്വഭാവം അങ്ങനെയാണ്. വർഷ ഒരു കാര്യം വിചാരിച്ചാലും വർഷ ചെയ്യുന്നത് ഇങ്ങനെയാണ്. അപ്പോൾ ഒത്തിരി എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കൂട്ടുകാരെ.